AIYF പാരമ്പര്യം നാടിനു വേണ്ടി പോരാടിയ പാരമ്പര്യമാണ്. എന്തിനേക്കാളും വലുതായി രാജ്യത്തെ കണ്ട നാടിനു വേണ്ടി പോരാടി മരിച്ച ഭഗത് സിംഗിൻ്റെ പിന്മുറക്കാരാണ് AIYF-കാർ. അത് പറയുമ്പോൾ ഓരോ AIYF-കാരൻ്റെയും സിരകളിലെ ചോര തിളയ്ക്കുമെന്ന് നമുക്കറിയാം. ദേശസ്നേഹത്തിൻ്റെ വികാരങ്ങളും താല്പര്യങ്ങളുമാണ് AIYF എന്നും നയിക്കുന്നത്. ഒരു മുൻകാല IF സഖാവായതുകൊണ്ട് തന്നെ പിൻതലമുറയിലെ സഖാക്കൾ YF കൊടിയെ വേണ്ടി നാടിൻ്റെയും നാട്ടുകാരുടെയും കാലത്തിൻ്റെയും മുദ്രാവാക്യങ്ങളുമായി പോരാട്ട പദവിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഉള്ള ആവേശം ഞാൻ ഉറച്ചു വയ്ക്കുന്നില്ല. നാടിനെ ചൊല്ലിയുള്ള അഭിമാനബോധം നമുക്കെല്ലാം ഉള്ളതുപോലെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നാം ഭരണഘടനയെപ്പറ്റി പറയുന്നുണ്ടല്ലോ, നാം രാഷ്ട്ര പതാകയെപ്പറ്റി പറയുന്നുണ്ടല്ലോ, നാം ഇന്ത്യ എന്ന് പറയുന്നുണ്ടല്ലോ. നാം ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപരിതമാകണം അന്തരംഗമെന്നും, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം നമുക്ക് ചോര നിലകൊള്ളുന്നു പാടുമ്പോൾ. അതൊന്നും അറിയാത്തവർ, മനസ്സിലാക്കാത്തവർ, കരിമ്പും ആവേശപ്പെടാത്തവർ ഒട്ടേറെ പേരുണ്ടാകാം. അതൊരാശയമാണ്, ഒരു രാഷ്ട്രീയമാണ്. ആ ആശയത്തിൻ്റെ അങ്ങേയറ്റത്തെ വലത്തുഭാഗത്തുള്ള പേരാണ് RSS. RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും സമൂഹത്തിലെയും ഏറ്റവും പിന്തുണപ്പനായ എല്ലാത്തിൻ്റെയും പ്രതീകമാണ്. RSSന്റെ താത്വികാചാര്യൻ രണ്ടാം സർസംഘചാലക്കായ സാക്ഷാൽ ഗോൾവൽക്കർ എഴുതിയ പുസ്തകമുണ്ട്. 2 പുസ്തകമുണ്ട്. ഒന്ന് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻസ്, 2 ബഞ്ച് ഓഫ് തോട്ട്സ്. ആ ബഞ്ച് ഓഫ് തോട്ട്സിൽ അദ്ദേഹം പറയുന്ന ഭാഗം നമുക്കെല്ലാം ഓർത്തു വയ്ക്കാം. രാജ്ഭവനിലെ പുതിയ അന്തേവാസിക്കും അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേൾക്കണം. അതിൽ പറയുന്നത് ജർമ്മനിയിലേക്ക് നോക്കൂ എന്നാണ്. ജർമ്മനിയിലേക്ക് നോക്കൂ. വംശാഭിമാനം അതിൻ്റെ ഉത്തുംഗാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമി ആയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ജർമ്മനിയിലേക്ക് നോക്കാൻ. ഇന്ത്യയിൽ നോക്കാൻ പറഞ്ഞില്ല, താഴേക്ക് നോക്കാൻ പറഞ്ഞില്ല, മണ്ണിനെ പഠിക്കാൻ പറഞ്ഞില്ല. ഹിറ്റ്ലർ ഭരിച്ച ജർമ്മനിയെ കണ്ടു പഠിക്കാൻ പറഞ്ഞു. ന്യായമിതാണ്. ദേശാഭിമാനം അതിൻ്റെ ഉത്തുംഗാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമി ആയതുകൊണ്ടാണ് ജർമ്മനിയെ നോക്കാൻ പറഞ്ഞത്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒന്നായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് ജർമ്മനി ലോകത്തെ പഠിപ്പിച്ചു. ജർമ്മനിയുടെ അനുഭവത്തിൽ നിന്ന് ഹിന്ദുസ്ഥാനിൽ വിലപ്പെട്ട പല പാഠങ്ങളും പഠിക്കാനുണ്ടെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണ് RSS, ഇതാണ് BJP. ആ പള്ളിക്കൂടത്തിൽ പോയി രാഷ്ട്രീയം പഠിക്കാൻ നമുക്കാർക്കും സഖാക്കളെ മനസ്സില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ തിരിക്കുകയാണ്. നമ്മുടെ പാഠശാല ആ പാഠശാലയല്ല. ജർമ്മനിയെ കണ്ടു പഠിക്കാൻ, ഹിറ്റ്ലറെ കണ്ടു പഠിക്കാൻ, മുസോളിനിയെ കണ്ടു പഠിക്കാൻ കൽപ്പിക്കുന്ന അത്തരം കൽപ്പനകളെ നമ്മൾ 2 കൈയും കൊണ്ട് തള്ളി പറയുകയാണ്. ആ വഴി നമ്മുടെ വഴിയല്ല, ആ വഴി അവർക്ക് സ്വീകരിക്കാം. ഒരു പാഠവും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ യുവാക്കൾക്കും അവിടെ പോയി പഠിക്കേണ്ട കാര്യമില്ല. ഇനിയും അദ്ദേഹം മുതൽ പലതും പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഒരു അധ്യായമുണ്ട്, രാഷ്ട്രത്തിൻ്റെ ശത്രുക്കൾ. വെറുമല്ല, അകത്തുള്ള ശത്രുക്കളാണ്. ഇന്റേണൽ എനിമീസ് പ്രത്യേകം പറയുന്നുണ്ട്. എണ്ണമിട്ട് പറയുന്നു ആരൊക്കെയാണതെന്ന്. ആ പുസ്തകം പറഞ്ഞു, രാഷ്ട്രത്തിൻ്റെ ഒന്നാമത്തെ ശത്രു മുസ്ലിമുകളാണ്, 2ാം ശത്രു ക്രിസ്ത്യാനികളാണ്, ശത്രു നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇതാണ് രാഷ്ട്രപാഠം, BJP-യുടെ പാഠം.
ഈ പാഠമാണ് RSSന്റെ പാഠം. ഈ പാഠമാണ് രാജ്ഭവനിലെ അന്തേവാസിക്ക് ഇഷ്ടമെങ്കിൽ ആ പാഠം പഥ്യമായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കട്ടെ. ആ പാഠം നമ്മുടെ പാഠമല്ല, ആ പാഠം ഇന്ത്യയുടെ പാഠമല്ല. ഇനിയും പറയുന്നു ആ ബുക്കിനകത്ത് ഭരണഘടനയെ പറ്റി. ഇങ്ങനെയാണ് ആ ഭാഗം. അതിനകത്ത്, ഈ ഭരണഘടനയ്ക്കകത്ത് ഇന്ത്യയുടേതായി എന്തുണ്ട്? വാട്ട് ഈസ് ദർ ഇൻ ദാറ്റ് ദിസ് ക്യാൻ ബി കാൾഡ് as that of India? എന്നാണ് ചോദ്യം. ഒന്നുമില്ല പോലും. പിന്നെ പറയുന്നു സെക്യുലറിസം അഥവാ മതേതരത്വം പാശ്ചാത്യം, ഡെമോക്രസി ജനാധിപത്യം പാശ്ചാത്യം, സോഷ്യലിസം പണ്ടേ പാശ്ചാത്യം. അതുകൊണ്ട് അതേപ്പറ്റിയെല്ലാം പറയുന്ന ഈ ഭരണഘടനയിൽ ഇന്ത്യക്ക് ഊറ്റക്കൊള്ളലായിട്ട് ഒന്നുമേ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് RSSന്റേത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് അവർക്ക് മാത്രമായി ഒരു പ്രത്യേക തരത്തിലുള്ള ഭാരതാംബയുണ്ടെന്ന്. അവർക്കാകാം, പക്ഷെ ആ ഭാരതാംബയെ അടിച്ചേൽപ്പിക്കാൻ വന്നാൽ ആ കൽപ്പനയ്ക്ക് വഴങ്ങാൻ നാം പറയുന്നു മനസ്സില്ല. സഖാവ് പ്രസാദ് ആ കാര്യമാണ് പറഞ്ഞത്, ഇവരൊന്നും പറഞ്ഞില്ല. ആവേശപൂർവ്വമാണ് അദ്ദേഹം പറഞ്ഞത് ഉദ്ഘാടന ചടങ്ങിൻ്റെ വേദി രാജ്ഭവനാക്കാമെന്ന്. ഉദ്ഘാടകനായിട്ട് വെക്കേണ്ടത് അദ്ദേഹം തന്നെ പറഞ്ഞു ഗവർണറാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പറഞ്ഞു ആകട്ടെ എന്ന് പറഞ്ഞു. തലേന്ന് രാത്രിയായപ്പോൾ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം അയക്കും രാജ്ഭവൻ. അതിൽ പറയുന്നു ഒന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭാരതമാതാവിന് മുമ്പിൽ വെളിച്ചം കൊളുത്തിയിട്ട് ഫ്ലോറൽ ട്രിബ്യൂട്ട് പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത് പറഞ്ഞു. എന്താണ് ആ ചിത്രം ചോദിച്ചപ്പോൾ അയച്ചു തന്നു. they were so kind enough. ഔദാര്യപൂർവ്വം അവർ ആ ചിത്രം അയച്ചു തന്നു. ആ ചിത്രം ഇതായിരുന്നു. ഇന്ത്യക്കറിയാത്ത ഏതോ ഒരു ഭൂപടം, ആ ഭൂപടം ഇന്ത്യയുടെ ഭൂപടമല്ല, ഏതോ ഭൂപടം, അത് പശ്ചാത്തലമാണ്. അതിനു മുമ്പിൽ ഒരു സ്ത്രീ നിൽക്കുന്നു, ഇരിക്കുകയാണ്. ആ സ്ത്രീയുടെ ഇരിപ്പിടം ഏതാണ്? ഒരു സിംഹമാണ്. സിംഹത്തെ സിംഹാസനം പറ്റിക്കൊണ്ട് ഇരിക്കുന്ന സ്ത്രീ. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു പതാകയുണ്ട്. മിസ്റ്റർ ഗവർണർ, ആ പതാക ഇന്ത്യൻ പതാകയല്ല, ആ പതാക നാഷണൽ ഫ്ലാഗ് അല്ല. നാഷണൽ ഫ്ലാഗ് പിടിക്കാതെ ഏതോ ഒരു ഫ്ലാഗ്, മേ ബി ഓഫ് ദ RSS. ആ ഫ്ലാഗിനെ പറ്റി ഗവർണർക്ക് കുറ്റക്കൊള്ളാമായിരിക്കാം. പക്ഷെ ആ പതാകയും പിടിച്ചുകൊണ്ട്, ദേശീയ പതാകയല്ലാത്ത ഒരു പതാകയും പിടിച്ചുകൊണ്ട് സിംഹപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ അടിസ്ഥാനമാക്കി പശ്ചാത്തലത്തിലെ ഏതോ ഒരു ഭൂപടത്തെ കണ്ടുകൊണ്ട് വെളിച്ചത്തൊളിക്കുവാനും പൂക്കളർപ്പിക്കുവാനും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിർബന്ധമായിട്ടും വേണം, അത് ഒഴിവാക്കിയിട്ട് ഉദ്ഘാടനം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഗവൺമെന്റ് യുദ്ധം ചെയ്യാൻ പോയില്ല. വേദി മാറ്റി, വേദി ഇവിടെ നിന്ന് മാറ്റി. സെക്രട്ടേറിയറ്റിൽ ആ സമയത്ത് നടന്നു ആ പരിപാടി. ബഹുമാനപ്പെട്ട ഗവർണർ വന്നില്ല, അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും വന്നു, സാരമില്ല. ഗവർണർ പക്ഷേ നിശ്ചിത സമയത്ത് ഇവിടെ നടത്തിയ ഉദ്ഘാടനം അദ്ദേഹത്തിന്റെ രീതിയിൽ ആരെല്ലാം പങ്കെടുത്തു. പക്ഷെ ആ പ്രസംഗം കേട്ടിട്ട് ഉണ്ടാകുമല്ലോ ഇവിടെ. ജൂൺ 5 ആ ദിനത്തിൽ പ്രാധാന്യം എന്താണ്? പ്രകൃതിയെപ്പറ്റി, പരിസ്ഥിതിയെപ്പറ്റി ലോകമാകെ ചിന്തിക്കുന്ന ദിവസമാണെന്ന്. അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. പരിസ്ഥിതിയെ മറന്നുകൊണ്ട്, പ്രകൃതിയെ മറന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രസംഗത്തിൽ വിമർശനം മുഴുവനും ആരെപ്പറ്റിയായിരുന്നു? ഈ പറയുന്ന ചിത്രത്തെ മാനിക്കാത്തവരെ, ഏതോ സ്ത്രീ, ഏതോ സിംഹം, ഏതോ കൊടി, ഏതോ ഭൂപടം, അതിന് വണങ്ങാത്തവരെ പറ്റി പ്രസംഗിക്കുവാൻ വേണ്ടി ജൂൺ 5 മാറ്റുന്നത് വഴി ഗവർണർ ജൂൺ 5 അവഗണിച്ചിരിക്കുകയാണ്. പരിസ്ഥിതിയെ വഞ്ചിച്ചിരിക്കുകയാണ്. പ്രകൃതിയെ അദ്ദേഹം അനാദരിക്കുകയായിരുന്നു. അതുണ്ടായി ഇവിടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പരിസ്ഥിതിയെ മാനിക്കണം.
പ്രകൃതിയെ മാനിക്കണം, ഭരണഘടനയെ മാനിക്കണം, രാഷ്ട്രത്തെ മാനിക്കണം, രാഷ്ട്രപതാകയെ മാനിക്കണം, ഭാരതാംബയെ മാനിക്കണം. ഭാരതമാതാവിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്, സംശയമാർക്കും വേണ്ട. ആ കൺസെപ്റ്റ് ആ ഒരു സങ്കല്പം അത് ഇന്ത്യയിലുണ്ട്. കൺസെപ്റ്റാണത്, സങ്കല്പമാണത്. അതിൻ്റെ മുഖച്ഛായ ആര് തീരുമാനിക്കുന്നു? ആ മുഖച്ഛായ ഞങ്ങൾ പറയുന്നു. ആ പ്രതിച്ഛായയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സാക്ഷ്യം വേണോ, തെളിവ് വേണോ? ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. രാഷ്ട്രപതാകയാണത്. ദ ട്രൈക്കളർ, മൂവന്തക്കൊടിയാണ് ഞങ്ങൾക്ക് ഭാരതമാതാവ്. അതെ, മൂവന്തക്കൊടി നാടിന് വേണ്ടി നിലക്കുന്നത് എല്ലാവരെയും ആ പതാക ആവേശം വിളിച്ചിട്ടുണ്ട്. ആ പതാകയാണ് ഞങ്ങളുടെ ആവേശം. അതാണ് ഭാരതമാതാവ്. അത് പറയാൻ ഒരു മടിയും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. ആ കൊടിയെ പ്രതീകമായി കണ്ടുകൊണ്ട് നാം വിളിച്ചു ആ കൊടിയെ ഭാരതമാതാവെന്ന്. ആസേത് ഹിമാചലം ആ കൊടി ജനങ്ങൾ ആവേശം വിളിച്ച കൊടിയാണ്. സാമ്രാജ്യ വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിൽ ആ കൊടിയാണ് ഇന്ത്യയെ ബഹുമാനം കൊള്ളിച്ച കൊടിയാണ്. അതാണ് മാതാവ്. ആ കൊടി മാതാവാണ്. ആ കൊടിയെ ചൂണ്ടിക്കൊണ്ട് നാം വീണ്ടും വീണ്ടും വിളിക്കും, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കും. ഭാരത് മാതാ കി ജയ്. നാടിന് വേണ്ടി രാജ്യമാകെ പോരാടിയ കാലത്തെല്ലാം എത്രയോ സമരവേദികളിൽ ആ മുദ്രാവാക്യം മുഴങ്ങിയിട്ടുണ്ട്. എത്രയോ വേദികളിൽ ആ മുദ്രാവാക്യം വിളിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കുകയില്ല. എന്താണ് അർത്ഥമെന്ന് അറിയാത്തവർക്കായി ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത് മാർക്സിനെയല്ല, ലെനിനെയുമല്ല. ഉദ്ധരിക്കാൻ പോകുന്നത് നെഹ്റുവിനെയാണ്. നെഹ്റു കൃത്യമായി പറയുന്നുണ്ട്. ഒരു മഹായോഗത്തിലേക്ക് നെഹ്റു എത്തുകയാണ്. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു പറഞ്ഞു. ആയിരങ്ങൾ വിളിച്ചു പറഞ്ഞു. നെഹ്റു ചോദിച്ചു പ്രസംഗാരംഭത്തിൽ, നിങ്ങളിപ്പോൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചല്ലോ, ആരാണ് ഭാരതമാതാവ്? ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഉത്തരം ആരും പറഞ്ഞില്ല. നെഹ്റു പറഞ്ഞു, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾക്കാണ് ജയ് വിളിച്ചത്. എല്ലാവരും കേൾക്കണം. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമ്പോൾ അത് വിളിച്ച പാവങ്ങൾ, പട്ടിണിക്കാർ, സ്ത്രീകൾ, പുരുഷന്മാർ, കൃഷിക്കാർ, തൊഴിലാളികളെല്ലാം കേൾക്കുന്ന നെഹ്റു പറഞ്ഞു, നിങ്ങൾക്കാണ് ജയ് വിളിച്ചത്. എന്തെന്നാൽ നിങ്ങളാണ് ഭാരതമാതാവ്. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അവർ തന്നെയാണ് ഭാരതമാതാവെന്ന് ഉറപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനേക്കാളും വലിയ ഭാരതമാതാവില്ല. അതിന്റെ കൊടിയാണ് ഈ മൂവന്ത കൊടി. ആ കൊടിയെ, ആ ജനതയെ നാം മാനിക്കും. ആ കൊടിയെ, ആ ജനതയെ നമ്മൾ ചങ്കിച്ചട്ട് പിടിക്കും. ആ കൊടിക്ക് മേൽ കൈവയ്ക്കാൻ, ഈ ഭാരതമാതാവിനെ അവഹേളിക്കുവാൻ ആശംസിച്ചത് നമ്മൾ പറയും, നാം സമ്മതിക്കില്ലെന്ന് പറയും. ഈ ദിനം നാം അതിനു വേണ്ടി മാറ്റിവെച്ചതാണ്, അതൊന്നുമല്ല. നെഹ്റു വീണ്ടും പറയുകയാണ്, നിങ്ങളെല്ലാവരുമാണ് ഭാരതമാതാവ് നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ ജയ് വിളിച്ചത് ഈ മണ്ണിനെയാണ്. ഈ മണ്ണിന്, ഇവിടുത്തെ പുഴകൾക്ക്, ഇവിടുത്തെ മലകൾക്ക്, ഇവിടുത്തെ കാടിന്, ഇവിടുത്തെ കടലിന് എല്ലാം നിങ്ങൾ ജയ് വിളിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവയെല്ലാമാണ് ഭാരതമാതാവ്. രണ്ട് കൈയും പൊക്കി YF പറയുന്നു, അവരാണ് ഭാരതമാതാവ്. അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ വന്നിരിക്കുകയാണ്. നാളെയും നാം വിളിക്കും. ഈ മനുഷ്യർക്ക് വേണ്ടി, ഈ മണ്ണിന് വേണ്ടി, ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി, പുഴയ്ക്ക് വേണ്ടി, മലയ്ക്ക് വേണ്ടി, പൂക്കൾക്ക് വേണ്ടി, പുല്ലിന് വേണ്ടി, പുഴുക്കൾക്ക് വേണ്ടി, കടലിനും കായലിനും വേണ്ടി, പുഴയ്ക്കും കുന്നിനും വേണ്ടി, അവയെല്ലാം ചേർത്ത് പ്രതീകമായി കണ്ടുകൊണ്ട് നാം വിളിക്കും, ഭാരത് മാതാ കി ജയ് എന്ന്. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അത് കേട്ട് ആരും വിരണ്ടു പോകരുത്. ആരും വിരണ്ടു പോകേണ്ടതില്ല. ഭഗത് സിംഗിന് കടന്നു മുതലേ ഈ മുദ്രാവാക്യം ഇന്ത്യക്കറിയാം. സംശയമേതും വേണ്ട.
ഇതാണ് ഭാരത മാതാവ്. അതിനെ ദുർവ്യാഖ്യാനിക്കാനും അർത്ഥം തിരിയാതെ എന്തൊക്കെയോ പറയാനും ആശ്രമിച്ചാലും ശരി, നമുക്ക് വിപ്ലവകാരികൾക്ക് വേറൊരു മാതാവില്ല. ആ മാതാവ് ദേശീയ പതാകയാണ്. ആ മാതാവ് ഇന്ത്യയുടെ മണ്ണാണ്, ഇവിടുത്തെ മലയും പുഴയുമാണ്, സർവോപരി ഇവിടുത്തെ ജനകോടികളാണ്. അതാണ് ഭാരത മാതാവ് എന്ന് പറയാൻ വേണ്ടിയാണ് പറ്റിയിരിക്കുന്നത്. ആ പാഠങ്ങൾ മനസ്സിലാക്കാൻ ആധുനികനായ ഗവർണർക്ക് സാധിക്കുമെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് നാം പറയും, ചരിത്രം വായിക്കാൻ പറയും. ചരിത്രം വായിക്കണം, ചരിത്രം പഠിക്കണം. എന്നാൽ രാജ്യം മുഴുവനും പോരാടിയപ്പോൾ ആ പോരാട്ട പാതയിലൊന്നും കാണാത്തൊരു കൂട്ടരുണ്ട്. ബാക്കി എല്ലാവരും പടവെട്ടാനുണ്ടായിരുന്നു. കോൺഗ്രസുകാർ, കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകാർ, റിപ്പബ്ലിക്കനുകൾ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, റുക്ലാലി, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, ആ നീണ്ട പരമ്പരയാണ്. വൈവിധ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, തർക്കവും സംവാദവും ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും പോരാടിയത് നാടിന് വേണ്ടിയായിരുന്നു, സാമ്രാജ്യ വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ വേണ്ടിയായിരുന്നു. അവരെല്ലാം വന്നു. പക്ഷേ വരാത്തൊരു കൂട്ടരുണ്ട്. അതാണ് ഈ പറയുന്ന രാജ്ഭവനിൽ അന്തേവാസി വാഴ്ത്തുന്നവരെ നാം കണ്ടിട്ടേ ഇല്ല. അവരില്ലായിരുന്നു. അന്നുണ്ടല്ലോ RSS. 100 ആണ്ടായി അത് പറഞ്ഞിട്ട്. സ്വതന്ത്ര സമരത്തിൽ എവിടെയാണ് അതിന്റെ പങ്കെന്നൊരു പറയട്ടെ. എവിടെയും ഇല്ലായിരുന്നു അവർ. ഒപ്പ് കൊടുക്കാൻ വന്നില്ല, വിദേശ വസ്ത്രം ബഹിഷ്കരിക്കാൻ വന്നില്ല, തക്കയിൽ നൂന്നാക്കാൻ വന്നില്ല, ഭഗത് സിംഗിന്റെ കൂടെ മുദ്രാവാക്യം വിളിക്കാൻ വന്നില്ല, സുഭാഷ് ബോസിന്റെ കൂടെ INA കണ്ടില്ല, വയലാറിൽ കണ്ടില്ല, പുന്നപ്പയിൽ കണ്ടില്ല, കയ്യൂരിൽ കണ്ടില്ല, വ്യാപാരിയിൽ കണ്ടില്ല, എവിടെയും കണ്ടില്ല അവരെ അറിയും. അവർ പറഞ്ഞു, ഞങ്ങളങ്ങോട്ടൊന്നും വരില്ല. എന്തുകൊണ്ട് വരില്ല? അതെല്ലാം രാഷ്ട്രീയമാണ്, അതെല്ലാം രാഷ്ട്രീയമാണ്. അവർക്ക് രാഷ്ട്രീയം പാടില്ല അത്രേ. എന്തെന്നാൽ അത് സാംസ്കാരിക പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ നിഷിദ്ധമായ സാംസ്കാരിക പ്രസ്ഥാനം. ആ ന്യായം പറഞ്ഞുകൊണ്ട് ഒറ്റ സമരത്തിലേക്ക് വരാത്ത BJP RSS അവർ പറയുന്നു, അവരാണിപ്പോൾ ദേശസ്നേഹത്തിന്റെ എല്ലാ പടിയും കണ്ടവർ കയറിയവരെന്ന്. ഏത് പടിയാണത്? ഒന്നുകൂടി ഞാൻ പറയട്ടെ. ആ ദിനങ്ങളിൽ ബ്രിട്ടനിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് വൈസ്രോയി ഒരു കത്തയച്ചു. പറയുന്ന രാജ്യമാകെ അസ്വസ്ഥമാവുകയാണ്, എല്ലാ ജനങ്ങളും സമരപാതയിലാണ്, കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും എല്ലാം സമരത്തിലാണ്. ഇത്രയും പറഞ്ഞിട്ട് റിപ്പോർട്ട് പറയുകയാണ്. പക്ഷേ ഒരു കൂട്ടർ മാത്രം സമരത്തിലൊന്നുമില്ല. അച്ചടക്കമുള്ള ആ സംഘടന ഹിന്ദു യുവാക്കളെ അച്ചടക്ക ബോധം പഠിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ വ്യാപകമാണ്. അവരാണ് നല്ല കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തു ഒരു വലിയ ബഹുമതി. അത് മേടിച്ച് നെഞ്ചു കുത്തിക്കോ നിങ്ങൾ, അത് വേണ്ട ഞങ്ങൾക്ക്. സാമ്രാജ്യം കൊടുത്ത സാമ്രാജ്യത്തിന് കൊടുത്ത ആ ബഹുമതി പത്രം മേടിച്ച് നെഞ്ചിൽ കുത്തിക്കോ നിങ്ങൾ. ആ പതക്കം നിങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങൾക്ക് ആ പതക്കം വേണ്ട. ബ്രിട്ടീഷ് തമ്പ്രാക്കളുടെ പതക്കം ഞങ്ങൾക്ക് വേണ്ട. വേണ്ടത് നമ്മുടെ പതക്കമാണ്. ആ പതക്കമുണ്ട്. മരണമായി, മർദ്ദനമായി, ജയിലായി എല്ലാം ആ പതക്കം വന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. അവിടെയെല്ലാം ഇവിടെ ചോരയുണ്ട്, ഞങ്ങളുടെ ചോരയാണ്. ആ ചോരയാണ് YFന്റെ ചോര. ആ വിയർപ്പാണ് നമ്മുടെ വിയർപ്പ്. ആ വിയർപ്പിന്റെയും ആ ചോരയുടെയും പേരെല്ലാം പറയുന്നു. നാം നാടിന് വേണ്ടി പടക്കളങ്ങളിൽ മുൻപിൻ നോക്കാതെ പോരാടും. നാം നമ്മുടെ കൊടിയെ, ദേശീയ പതാകയെ മാതാവായി കാണും. നാം നമ്മുടെ മണ്ണിനെ, നമ്മുടെ മലകളെ, പുഴകളെ എല്ലാം അമ്മയായി കാണും. നമുക്ക് അതാണ് രാഷ്ട്രമാതാവെന്ന് നാം പ്രഖ്യാപിക്കുന്നു. ആ അർത്ഥത്തിലാണ് നമ്മൾ ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നതെന്ന് നാം പ്രഖ്യാപിക്കുന്നു. അതാണ് നമ്മുടെ വഴിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
ആ വഴി കൊട്ടിയടയ്ക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. ഈ വഴി അടയുന്ന വഴിയല്ല, ഈ പാത തുറക്കുന്ന പാതയാണ്. നിങ്ങളെല്ലാ പാതയും കൊട്ടിയടയ്ക്കുമ്പോൾ ഈ പാത തുറക്കുന്ന പാതയായിരിക്കും. സത്യത്തിലേക്ക്, ന്യായത്തിലേക്ക്, നീതിയിലേക്ക്, പ്രകാശലോകത്തേക്കെല്ലാം തുറക്കുന്ന പാതയാണ് ഈ പാത. ആ പാതയ്ക്ക് വേണ്ടിയാണ് YF-ന്റെ പോരാട്ടം. ഈ പോരാട്ട പാതയിൽ അണിചേർന്ന പ്രിയപ്പെട്ടവരെ, അനിയന്മാരെ, അനിയത്തിമാരെ, സഖാക്കളെ, പോരാളികളെ, നിങ്ങളെല്ലാം ഞാൻ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ചോദ്യം ചെയ്യുന്നു.